അനന്തമായ ആകാശത്തിലൂടെ വെറുതെ നടക്കുക. ഇത് പറയുമ്പോൾ വിചിത്ര ഭാവന എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു പണ്ട്. ഇപ്പോഴിതാ ഈ കിറുക്കൻ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. ശരിക്കും ബഹിരാകാശത്തിലൂടെ നടന്നു. ആ ചരിത്ര സംഭവം നടന്നിരിക്കുന്നു. ബഹിരാകാശത്ത് ആദ്യ കൊമേഴ്സ്യൽ സ്പേസ് വാക്ക് നടത്തി ചരിത്രം എഴുതിയത് ജാരൽഡ് ഐസക്മാൻ, സാറ ഗില്ലിസ് എന്നിവരാണ്. പൊളാരിസ് ഡൗൺ ദൗത്യത്തിലൂടെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ് പുതുചരിത്രം കുറിച്ചത്. ഭൂമിയിൽ നിന്ന് 650 കിലോമീറ്റർ അകലെയാണ് സ്പേസ് വാക്ക് നടത്തിയത്. നാസയുടെ അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യർ ഇതുവരെ എത്തിയിട്ടില്ലാത്ത മേഖലയിലായിരുന്നു സംഘത്തിൻ്റെ സ്പേസ് വാക്ക്. ജാരഡ് ഐസക്മാൻ, സ്കോട്ട് പൊറ്റീറ്റ്, സാറ ഗില്ലിസ്, അന്ന മേനോൻ എന്നിവരാണ് ദൗത്യത്തിലുള്ളത്. സ്പേസ് എക്സ് വികസിപ്പിച്ച ബഹിരാകാശ വസ്ത്രം ധരിച്ചുള്ള ആദ്യ ബഹിരാകാശ നടത്തം കൂടിയാണിത്. ആദ്യ യാത്രയ്ക്ക് ശേഷം രസകരമായ പ്രതികരണമാണ് ജാരഡ് ഐസക്മാൻ നടത്തിയത്. മടങ്ങി വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ജോലികൾ ബാക്കിയാണെങ്കിലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭൂമി എല്ലാം തികഞ്ഞൊരു ലോകമാണ്. ജാരഡ് ഐസക്മാൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: വ്യാഴാഴ്ച രാവിലെ 6:55 ശതകോടീശ്വരൻ കൂടിയായ 41-കാരൻ ജാരഡ് ഐസക്മാനാണ് ആദ്യമായി ബഹിരാകാശത്ത് ചുവടുവെച്ചത്. പിന്നാലെ സ്പേസ് എക്സിൻ്റെ എഞ്ചിനീയർ 30-കാരിയായ സാറ ഗില്ലിസും ബഹിരാകാശത്തേക്ക് ഇറങ്ങി. 30 മിനിറ്റ് ആയിരുന്നു നടത്തം. തയ്യാറെടുപ്പുകൾക്ക് മാത്രം 1 മണിക്കൂറും 46 മിനിറ്റും എടുത്തു. ഈ മാസം 10 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്നായിരുന്നു പൊലാരിസിൻ്റെ വിക്ഷേപണം. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഭൂമിയെ ചുറ്റുന്ന പേടകത്തിൽ 4 യാത്രികരാണുള്ളത്. Okay, max reach, whether it's left or right hand, seems to be about the same. Top of the mobility aid, and then the mid-load. Copy, we see it. From the bottom. Any go back, SpaceX? Negative. We got about 1 minute until EV1 ingress.